മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഗീതാ ഗോപിനാഥിന്റെ പിതാവിന്റെ കമ്പനിയിൽ നിന്ന് ചട്ടങ്ങൾ ലംഘിച്ച് ഹോർട്ടികോർപ്പ് പച്ചക്കറി വാങ്ങുന്നുവെന്ന ന്യൂസ് 18 വാർത്ത നിയമസഭയിൽ വി.ഡി. സതീശനാണ് സഭയിൽ വിഷയം ഉന്നയിച്ചത്. വിഷയത്തിൽ സഭയിൽ പ്രതിപക്ഷം ബഹളം വെച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന്റെ അവതരണത്തിനിടെയാണ് ഹോർട്ടികോർപ്പിലെ പച്ചക്കറി സംഭരണ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ന്യൂസ് 18 വാർത്ത വി.ഡി. സതീശൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മെയ് 17-ാം തീയതി ന്യൂസ് 18 ചാനൽ ടെലികാസ്റ്റ് ചെയ്തു. വാർത്ത എന്താ വന്നുകൊണ്ടിരിക്കുന്നത്? കർണാടകയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായ ഗീതാ ഗോപിനാഥിന്റെ അച്ഛൻ ഗോപിനാഥ് അയക്കുന്ന പച്ചക്കറികളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. സർ, പിന്നെ തികയാതെ വരുമ്പോൾ ചാലക്കമ്പോളത്തിലെ ഒരു കടയിൽ നിന്നും പച്ചക്കറി വാങ്ങിക്കും. ഈ പച്ചക്കറിയാണ്. ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു 24 മണിക്കൂറിനകം നടപടിയെടുക്കും, ഇതിന്റെ റിപ്പോർട്ട് വാങ്ങിക്കും എന്ന് പറഞ്ഞു. എത്ര ദിവസമായി? റിപ്പോർട്ട് വല്ലതും കിട്ടിയോ? അടിയന്തര പ്രമേയ നോട്ടീസിലെ ഭാഗമല്ലാത്ത കാര്യം സംസാരിക്കരുത് നിർദ്ദേശവുമായി സ്പീക്കറുടെ ഇടപെടൽ. ഭരണപക്ഷവും സ്പീക്കർക്കൊപ്പം ചേർന്നതോടെ ശക്തമായ വാക്പോരും ബഹളവും. ഗീതാ ഗോപിനാഥിന്റെ പേര് പറഞ്ഞതാണോ ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചതെന്ന് വി.ഡി. സതീശന്റെ പരിഹാസം. ചെയറിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കരുതെന്ന് സ്പീക്കറുടെ മുന്നറിയിപ്പ്. പ്രശ്നം വഷളാക്കിയത് സ്പീക്കറെന്ന് പ്രതിപക്ഷം നടുത്തളത്തിലേക്ക്. സ്പീക്കർക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി. ഇപ്പോൾ കൃഷി വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം ആ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി തന്നെ ഇടപെട്ട് കൈകാര്യം ചെയ്യാവുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. അതിൽ കൃഷി വകുപ്പ് സെക്രട്ടറിയോടും ഡയറക്ടറോടും വിശദീകരണം തേടുമെന്നും ഈ വിഷയം സർക്കാരിൻ്റെ പ്രവർത്തനവുമായി ബന്ധമില്ലാത്തതാണെന്നും ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ഇതിനകം തന്നെ വിശദീകരിച്ചിട്ടുള്ളതുമാണ്. സർ, പ്രമേയത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ഇടപെടലോടെ പ്രതിപക്ഷം പിൻവാങ്ങി. പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ന്യൂസ് 18 വാർത്ത ഉദ്ധരിച്ചാണ് ഭരണപക്ഷത്തെ നേരിട്ടത്. വാർത്തയിൽ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. ഞങ്ങളല്ലല്ലോ ആരോപണം ഉന്നയിച്ചത്. ബഹുമാനായ വി.ഡി. സതീശൻ ഇവിടെ അറ്റമിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സാർ, ഗീതാ ഗോപിനാഥിനെ പറ്റി ആരും ഇവിടെ പറഞ്ഞില്ല. അവരുടെ കഴിവിനെ ഞങ്ങളാരും ചോദ്യം ചെയ്തിട്ടില്ല. ഇവിടെ ന്യൂസ് 18-ൽ വന്ന വാർത്തയാണ്. അന്യ സംസ്ഥാനത്ത് നിന്ന് ഹോർട്ടികോർപ്പ് പച്ചക്കറി വാങ്ങുന്നത് ഈ കമ്പനിയാണ്. ഈ മിസ്റ്റർ ഗോപിനാഥിന്റെ കമ്പനിയാണ്. ഗീതാ ഗോപിനാഥിന്റെ പിതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് അവരെ ആരും ഇവിടെ ആക്ഷേപിച്ചിട്ടില്ല. അത് ന്യൂസ് 18-ൽ വന്ന വാർത്തയാണ്. ആ വാർത്ത കോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഇല്ലാത്ത കാര്യം മുഖ്യമന്ത്രി പറയരുത്. ഞങ്ങളാരും ഗീതാ ഗോപിനാഥിനെ മോശക്കാരിയാക്കി ചിത്രീകരിച്ചിട്ടില്ല. ഞങ്ങളാരും അവരുടെ പിതാവിനെ മോശക്കാരായി ചിത്രീകരിച്ചിട്ടില്ല. ആ വാർത്ത വന്നതിനെ പറ്റി സൂചിപ്പിച്ചത് അത് ശരിയാണോ എന്ന് പരിശോധിക്കാനാണ് മന്ത്രി തയ്യാറാകേണ്ടത്. ന്യൂസ് 18 വാർത്തയെ ചൊല്ലി അരമണിക്കൂറിലേറെ നീണ്ട ശക്തമായ വാദപ്രതിവാദത്തിനാണ് നിയമസഭ സാക്ഷിയായത്. ന്യൂസ് 18 തിരുവനന്തപുരം.